അപ്പോൾ നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കയറിയിട്ടുണ്ട്. സോ ഇത് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കിടില റോഡുകളിൽ ഒരെണ്ണമാണേ. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം പുറകെയുണ്ട്. കയറിപ്പോട്ടെ. RC വരുന്നുണ്ട്. ഇതാ പോയി. ഇനി നമുക്ക് പോവാം. കോർണർ ചെയ്യാൻ പറ്റിയ വഴികളിൽ ഒരു കിടില വഴിയാണിത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് ചുമ്മാ അടിച്ച് പൊളിച്ചു പോയ വഴി. ഇതെന്തോ ഇത്? ഓ മോനെ, വൈറ്റ് സ്മോക്ക് ഗൈസ്. ഫുള്ള് കോർണർ ചെയ്യാൻ പറ്റിയ എല്ലാ കിടില വഴികളാണ്. ഇങ്ങനെ ഫുള്ള് കോർണർ ചെയ്തിങ്ങനെ പോ. ഫ്രണ്ടിൽ പുള്ളി മരട കോർണറാണ്, ബാക്കിൽ RC കോർണർ ചെയ്ത് വീശി വരുന്നുണ്ട്. ഓ നിങ്ങളാ വ്യൂ കണ്ടോ? ഫുള്ള് സെറ്റാണ്. മോർണിംഗ് റൈഡിന് മൂന്നാർ സെറ്റ്. എൻ്റെ അമ്മ, സൈലൻസർ അടിച്ചു. സോറി അക്ക, அந்த வழி நீ போக முடியாது, இந்த வழி போகலாம். എടീ ടോള് വർക്കിംഗ് ആയിരുന്നാ? അപ്പോൾ നമ്മൾ ചുമ്മാ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അതുമല്ല ക്യാമറയുടെ ചാർജ് തീർന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ചാർജ് കുത്തിയിട്ടിട്ട് റെക്കോർഡ് ചെയ്യാണ്. പവർ ബാങ്കിൽ കുത്തിയിട്ടേക്കുക. അപ്പോൾ നമ്മുടെ റൈഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ കുറേ മഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണിത്. ആ വ്യൂ നോക്കിക്കേ, ബ്യൂട്ടി ഓഫ് മൂന്നാർ. ബൈക്കേഴ്സിന് അടിച്ചു പൊളിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഇത്, ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. സോ ഗ്യാപ്പ് റോഡ് നിങ്ങളൊരു ബൈക്കർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരിക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാര്യം അത്രയും കിടിലൻ റോഡാണ്. നിങ്ങൾക്ക് കോർണറിങ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സ്ഥലത്തോട്ട് വരിക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റും. ഫുള്ള് ആൾക്കാരാണ് ഇവിടെ. ഫുള്ള് ഹൈ വ്യൂ ആണ് ഗൈസ്, ഹൈ വ്യൂ. ഒരിക്കലും ആക്ച്വലി ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് ഫുൾ ടൈം ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാനാണ് തോന്നുന്നത്. കാര്യം എല്ലാം കിടിലമാണ്. നമുക്ക് കോർണറിങ് നമുക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിൻ്റെ അകത്തുള്ളൂ. ടൈം ടു കോർണർ. ആ വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഫുള്ള് മലയും മഞ്ഞും അതിൻ്റെ താഴെ കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇങ്ങനെ പൊളിച്ചോടിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഈ കോർണർ കേട്ടോ, ഒരു സി കോർണർ, സി പോലെ കിടക്കുന്നു. ഇത് പക്ഷേ അത്ര എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നോർമൽ പരിപാടിയെ നടക്കുള്ളൂ. RCയിൽ ആക്ച്വലി കിടക്കുന്നത് MRFൻ്റെ ടയറാണ്.
സാധനം ഒത്തിരി ലീൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ RC-യിൽ എപ്പോഴും ഒരു മെഷലീനോ അല്ലെങ്കിൽ അപ്പോളോ അങ്ങനത്തെ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് കോർണർ ചെയ്യാൻ പറ്റിയ RC-ആണ്. ശരിക്കും പറയാം, എൻ്റെ മുന്നേ RC ആയിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലപോലെ അറിയാം. നല്ല ടയർ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കോർണർ ചെയ്യാനും അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര രസം കിട്ടുന്നൊരു സാധനം ഈ RC-ആണ്. RC-യിൽ കോർണർ ചെയ്യുന്ന അത്ര സുഖം നല്ല ടയറൊക്കെ കാണും, വേറെ ഏത് വണ്ടിയിൽ ചെയ്താലും കിട്ടില്ല. കാര്യം അത്രയും സുഖമുള്ള പരിപാടിയാണ് സ്പോർട്സ് ബൈക്കിൽ കോർണർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേഗടി കോർണർ ചെയ്യുന്നതിനേക്കാളും സുഖം ഇതിൽ കോർണർ ചെയ്യുന്നതാണ്. സോ ഗൈസ്, നമ്മളെ കുറച്ചൊക്കെ വന്നിട്ട് തിരിച്ചു പോവാണ്. അവിടെ ഒരു തൂക്കുപാലം ആക്ച്വലി കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ അത് കണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അത് എങ്ങനെ കയറാമെന്നാണ് ആലോചിക്കുന്നത്. സോ അപ്പോൾ ബാക്ക് അവിടെ എവിടെയോ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അപ്പോൾ അവിടെ പോയി നോക്കാം. സോ ഗൈസ്, ഈ വഴിയാണെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോയി നോക്കാം. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല കറക്റ്റ്. നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. നല്ല വഴി പോലെ ഫീൽ ചെയ്യുന്നു. അത് പൂട്ടിയേക്കാം. പോകാൻ മുടിയാതാ? ആണോ? തിരുമ്പി റോഡുക്ക് വന്ന കാര്യം മൂഞ്ചി. തിരിച്ചതേപോലെ നമുക്ക് റോഡിലോട്ട് കയറാവേ. തിരുമ്പി വാ. ഇതിപ്പോൾ കൈൻഡ് ഓഫ് ഒരു വെയിൽ പോലെ തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊന്നുമില്ല, നമുക്ക് തണുപ്പ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മോർണിംഗ് ആയതുകൊണ്ടായിരിക്കാം ഇത് കൈൻഡ് ഓഫ് ഒരു ലൈറ്റ് പോലെയാണ്. പക്ഷേ നമുക്ക് ആ സൂര്യൻ്റെ ആ ചൂട് കാര്യങ്ങളൊന്നുമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം RC ഓടിക്കാൻ പോകണേ. ഓൾമോസ്റ്റ് ഒരു 10 മാസം എന്താ അടുപ്പിച്ചായി RC ഓടിച്ചിട്ട്. ഇപ്പോൾ തന്നെ എൻ്റെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചിട്ടില്ല. സോ ഇതാണ് 10 മാസത്തിന് ശേഷം ഞാൻ ഓടിക്കാൻ പോകുന്ന RC. എൻ്റെ BS4 ആയിരുന്നു, ഇത് BS6 ആണ്. ഇതിന് BS4-നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പവർ കുറവുണ്ട്. പിന്നെ ഞാനിതിരുന്ന് ഓടിച്ചുകൊണ്ട് ഭയങ്കര വേറെ എന്തോ ഒരു വണ്ടി ആയിരുന്നു ഓടിക്കുന്നൊരു ഫീല്. കുറേ നാൾ ഇതിൻ്റെ പൊക്കത്തായിരുന്നു. പിന്നെ ഇതിന് കുറച്ച് ഹൈറ്റ് കൂടി. എൻ്റെ വണ്ടിക്ക് ഇത്ര ബാക്കിലിരിക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. സോ കുറച്ചും കൂടെ കംഫർട്ടബിൾ പൊസിഷനായിരുന്നു ആ വണ്ടിക്ക്. പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് കൂടി, ഇവിടെ കുറച്ച് ഹൈറ്റ് പൊങ്ങിയിരിക്കുന്നു, അല്ലാതെ ബാക്ക് സൈഡ് കുറച്ച് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സോ എല്ലാവരും ബാക്കിലുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ആക്ച്വലി കിടക്കുന്ന MRF-ൻ്റെ ടയറാണ്. അപ്പോൾ അധികം നമുക്ക് കോർണറിങ് പറ്റില്ല. പക്ഷേ ഈ വണ്ടിയിൽ നല്ലൊരു ടയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കോർണർ ചെയ്യുന്ന അത്ര സുഖത്തിൽ വേറെ വണ്ടി കോർണർ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി കിടിലമാണ്. ഇതും RC 390 അത്. ഇത് 200 ആണ്. ഇത് BS6 മോഡലാണ്. എൻ്റെ വണ്ടീനെ കമ്പയർ നോക്കുമ്പോൾ എൻ്റെ മുന്നത്തെ വണ്ടി,
BS4 RC3 കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പവറിൻ്റെ കുറവുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം ചുമ്മാ പൊളിയാണ്. ഞാനിതിലെടുത്ത് ഈ വണ്ടിയല്ല, എൻ്റെ RC എടുത്തിട്ടുള്ള കോർണേഴ്സിൻ്റെ എണ്ണം നോക്കിയാൽ പറയാൻ പറ്റില്ല, അത്ര കോർണർ ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയുടെ അണ്ടർവെല്ല് ഉരച്ച് കോർണർ ചെയ്യുന്ന രീതിയിൽ കോർണർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോർണർ ചെയ്തുകൊണ്ടാണ് വണ്ടി വരുന്നത്. എനിക്ക് വണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേനും ഞാനത് സെയിൽ ചെയ്തതാണ്. അവിടെ ചെറുതായിട്ടൊന്ന് മേടിച്ചു നിൽക്കുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കഴിക്കണം. സോ അപ്പോൾ ആ ഹോട്ടലൊന്ന് അവിടെ എവിടെ ഒരു ഹോട്ടൽ ഞാൻ പണ്ട് വന്നപ്പോൾ കഴിച്ചായിരുന്നു. എൻ്റെ അമ്മച്ചി ഗൈസ്, ഫുഡ് കഴിക്കാൻ നടത്തി. നമുക്ക് ഫുഡ് കഴിക്കണം. ഗൈസ്, അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓ